സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് 18 പേർ ചികിത്സയിലാണെന്ന് ആരോഗ്യവകുപ്പ്. ഈ വർഷം 41 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. രോഗപ്രതിരോധത്തിന് ജനകീയ ക്യാമ്പയിൻ സംഘടിപ്പിക്കുമെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞു. ശനി ഞായർ ദിവസങ്ങളിൽ സംസ്ഥാനത്തെ മുഴുവൻ കിണറുകളും ക്ലോറിനേറ്റ് ചെയ്യും. സിജോ വിജോനുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. സിജോ, ഈ കേസുകൾ ഏതൊക്കെ ജില്ലയിലാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്? രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ എങ്ങനെ ഊർജിതമാക്കാനാണ് തീരുമാനം? ജീന, സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ അമീബിക് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിലാണ് ആരോഗ്യവകുപ്പ് വിവിധ വകുപ്പുകളുടെ സഹായത്തോടെ ജനകീയ ക്യാമ്പയിന് തുടക്കം കുറിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ഹരിത കമ്മീഷൻ, ജലവിഭവ വകുപ്പ് എന്നിവയുടെ നേതൃത്വത്തിൽ ഈ ക്യാമ്പയിൻ നടക്കുകയും ചെയ്യും. അതിന്റെ ഭാഗമായി ഈ വരുന്ന ശനി ഞായർ ദിവസങ്ങളിൽ സംസ്ഥാനത്തെ മുഴുവൻ വീടുകളിലെയും സ്ഥാപനങ്ങളിലെയും കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യണം. ജലസംഭരണ ടാങ്കുകൾ തേച്ച് കഴുകി വൃത്തിയാക്കുകയും ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. വീടുകൾ, ആശുപത്രികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഹോസ്റ്റലുകൾ, ഫ്ളാറ്റുകൾ തുടങ്ങിയ എല്ലായിടത്തും ജലസംഭരണ ടാങ്കുകൾ വൃത്തിയാക്കണമെന്നും ആവശ്യപ്പെടുന്നുണ്ട്. റിസോർട്ടുകൾ, ഹോട്ടലുകൾ, അതോടൊപ്പം തന്നെ വാട്ടർ തീം പാർക്കുകൾ, നീന്തൽ പരിശീലന കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലെ ജലം ക്ലോറിനേറ്റ് ചെയ്യണം. ഇതിന്റെ ക്ലോറിൻ അളവ് അത് എത്രയാണെന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തുകയും ചെയ്യണമെന്ന നിർദ്ദേശം സർക്കാർ നൽകുകയും ചെയ്യുന്നുണ്ട്. ഇത് പാലിക്കാത്തവർക്കെതിരെ പൊതുജനാരോഗ്യ നിയമപ്രകാരം നടപടി സ്വീകരിക്കണമെന്നാണ് സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇവിടങ്ങളെ ഈ കുടിവെള്ള സ്രോതസ്സുകൾ ആരോഗ്യ പ്രവർത്തകർ പരിശോധിച്ച് ഉറപ്പുവരുത്തണമെന്നും ആരോഗ്യവകുപ്പ് മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതോടൊപ്പം പൊതുജല സ്രോതസ്സുകളിലെ ശുദ്ധി ഉറപ്പാക്കാനുള്ള പ്രവർത്തനങ്ങളും ബോധവൽക്കരണം നടത്താനും നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ ക്യാമ്പയിനിൽ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഒക്കെ പരിശീലനം നൽകാനും ബോധവൽക്കരണം നൽകാനും തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ കേസുകൾ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരം കർശനമായ നടപടികളിലേക്ക് സർക്കാർ കടക്കുകയും ചെയ്യുന്നത്. ശരി, സിജോ വിജോനാണ് വിശദാംശങ്ങൾ നൽകിയത്.